വയനാട്ടിലെ ദുരന്തമുഖത്ത് അനാഥമാക്കപ്പെട്ട കുരുന്നുകൾക്ക് മുലപ്പാൽ നൽകാൻ ഒരമ്മ സന്നദ്ധത അറിയിച്ചപ്പോൾ അതിന് താഴെ വഷളത്തരം കമന്റിട്ട ഒരുവന് സമ്മാനം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. കഴിഞ്ഞില്ല ഗൈസ്, വേറെ ഒരു ജോർജ് എന്ന് പറയുന്ന ഒരു കഴിവറാമനുണ്ട്, അവനും കൂടെ കാണിച്ചു തരാം. ജോർജിന് പ്രായം ഒത്തിരിയെങ്കിലും ഇപ്പോഴും ഇഷ്ടം കുഞ്ഞുങ്ങളുടെ പാല് കുടിക്കാനാണത്രേ. ബെസ്റ്റ്. ആ സൂക്കേടാണ് കണ്ണൂറുകാർ മാറ്റിക്കൊടുത്തത്. ചവിട്ടി അവന്റെ അണ്ണാക്കകത്ത് കയറ്റിട്ടുണ്ട്. അത് പോരായിരുന്നു. മുലപ്പാൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി, വൈഫ് റെഡിയാണേ എന്ന പോസ്റ്റിന് താഴെ ജോർജേട്ടന്റെ കമന്റ് എനിക്ക് ആവശ്യമുണ്ടെന്നാണ്. ഞാനൊന്ന് വൃത്തിയായിട്ട് കാണട്ടെ. നമ്പിശമാമൻ മോനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അത് മാമൻ അങ്ങോട്ട് വന്ന് തരണോ അതോ മോൻ ഇങ്ങോട്ട് വന്ന് വാങ്ങിക്കുന്നോ? ജോർജേട്ടന്റെ ഈ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ആദ്യം ഫോൺ കോളായാണ് അദ്ദേഹത്തിന്റെ അടുത്ത് നാട്ടുകാർ സമീപിച്ചത്. സ്ഥലം തെറ്റിയില്ല, കേറി പോര്. ജോർജേട്ട കേൾക്കുന്നുണ്ടോ? അപ്പം ഇതുപോലെ താങ്കൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പം അത് തരാൻ വേണ്ടി വിളിച്ചതായിരുന്നു. എന്താ ഉറക്കം വരുന്നു. എവിടെ കൊണ്ടുവരണം? ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. അല്ല, നമ്മളിപ്പം മുലപ്പാൽ നമ്മുടെ കയ്യിൽ ആവശ്യത്തിനുണ്ട്. അപ്പം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുതരണ്ടേ? അറിയാതെ പറ്റിപ്പോയ അബദ്ധമാണ്, ക്ഷമിക്കും. ഞാൻ അത് പറഞ്ഞിരിക്കും കടി കിട്ടി ഞാൻ ഹോസ്പിറ്റലിൽ പോകണം, ഇല്ലെങ്കിൽ പോയി ആ കലാവിനെ കണ്ടിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. ഇവിടെ എന്ത് കേസിനും പരിഹാരമുണ്ടോ? എന്ത് തരം കൊട്ടേഷനും നമ്മളെടുക്കും. ഇപ്പം ആവശ്യമുള്ളവർക്ക് നമ്മൾ ആവശ്യ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണല്ലോ. കാരണം ഇത്രയും വലിയൊരു ദുരിതം സംഭവിച്ചിരിക്കുമ്പം താങ്കൾക്ക് മുലപ്പാൽ ആവശ്യമാണെങ്കിൽ നമ്മളത് കൊണ്ടുതരും. മനസ്സിലായോ? ഇനി ഇത് ആവർത്തിക്കരുത്. ഇപ്പൊ ഒന്നേ ജോർജേട്ടന് പറയാനുള്ളൂ, ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ വെള്ളക്കള്ളറുള്ള ഒരൊറ്റ സാധനവും കുടിക്കില്ലേ. എനിക്ക് അബദ്ധം പറ്റിപ്പോയേ. ഇനി സോഷ്യൽ മീഡിയയിൽ ഒരിടത്തും ഞാൻ കമന്റ് പോലും ഇടില്ലേ എന്നിപ്പോ ആണയിട്ടോണ്ട് നടക്കുകയാണ്. ഇത്രയൊക്കെ നമ്മളെ കൊണ്ടുപോക്കൂ.